ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ് എസ്.ബി.ഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടുന്ന് ചാനലിൽ ചെന്ന് അവിടുന്ന് കാണാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സ്ചർ, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ഏജസ്, പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സിൽ എസ്.ബി.ഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്സിനൊക്കെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് പ്ലേലിസ്റ്റ് എടുത്തിട്ട് എസ്.ബി.ഐ ക്ലർക്കിന്റെ അണ്ടറിൽ അതെല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ ഓൾമോസ്റ്റ് 7 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളും കോമ്പൗണ്ടും എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിനൊക്കെ ഒരു ക്ലിയർ പാറ്റേണും ഒരു ക്ലിയർ ഐഡിയയും നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ക്ലിയർലി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടാതെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. ആ ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ആൻഡ് amount of rupees 14,000 is invested at the rate of 20% compounded annually for 2 years. Find the sum received after 2 years. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഫോർമുല എടുത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന റേഷ്യോ മെത്തേഡോ അങ്ങനെയുള്ള മെത്തേഡ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ആ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റേറ്റ് തന്നേക്കുന്നത് 20%, ടൈം തന്നേക്കുന്നത് 2 ഇയേഴ്സും ആണ്. അപ്പോൾ റേറ്റ് 20%, ടൈം 2 ഇയേഴ്സും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ 2 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ 1, 2, 1 എന്ന് എടുക്കും. ആദ്യം ആ 14,000 നമ്മൾ ഈ 1ന്റെ അടിയിലേക്ക് എഴുതും. എന്നിട്ട് ആ 14,000 20% എടുത്ത് നമുക്ക് 20% റേറ്റ് അതെടുത്ത് നമ്മൾ അടുത്ത 2യുടെ അടിയിലേക്ക് എഴുതും. 14,000 20% എന്ന് പറയുന്നത് നമുക്ക് 10% 1,400, അപ്പോൾ 20% 2,800 എന്ന് വരും. ആൻഡ് ദെൻ അഗെയിൻ 2,800 20%, 2,800 20% എന്ന് പറയുമ്പോൾ 10% 280, അപ്പോൾ 20% 560 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യുമ്പോൾ 14,000 വരുന്നുണ്ട്. എനിക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 56,000 ആൻഡ് ഇവിടെ 560. ഇനി ഓപ്ഷനിൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ നമ്മുടെ എമൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് വെച്ച് മാത്രം ആൻസർ ഒന്ന് മാർക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 60 വരുന്ന ആൻസർ, അവസാനം 60 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അതാണ് ആൻസർ. നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്തത്. പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആൻസർ 20160 ആണ്. നമുക്ക് ആഡ് ചെയ്ത് നോക്കാവുന്നതാണ് അവിടുന്ന് ആൻസർ വരുന്നുണ്ടോ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അക്യൂർഡ് ഓൺ എ സം ഓഫ് ₹2,500 ഈസ് ₹749 at 14% per annum for certain years. അപ്പോൾ നമുക്കൊരു റേറ്റ് തന്നിട്ടുണ്ട്, 6% റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ 2,500 ആണ്. നമുക്ക് അവിടെ നിന്ന് വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 749 ആണ്. ടൈം തന്നേക്കുന്നത് ഫോർ സർട്ടേൺ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. What would be the simple interest accrued on the same amount for the same years at 7% per annum എന്നാണ് ചോദിക്കുന്നത്. ഇതേ സെയിം റേറ്റ്, ഇതേ സെയിം പ്രിൻസിപ്പിൾ, ഇതേ സെയിം ടൈം പീരീഡ്, പക്ഷേ ഇപ്പം പലിശ എത്രയാണ്? 7% ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അക്യൂർ ആവുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം പക്ഷെ നമുക്ക് എന്തറിയണം? അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, സെയിം ടൈം ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ടൈം. അങ്ങനെയാണെങ്കിൽ ആ ടൈം എത്രയാണെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ആ സിമ്പിൾ ഇൻട്രസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും നമ്മുടെ കോമ്പൗണ്ട്സിന്റെ വലിയ ഫോർമുല ഉണ്ട്, എമൗണ്ടിന്റെ ഒക്കെ P × 1+R/100⁻T, എന്നിട്ട് അതിൽ നിന്ന് സോൾവ് ചെയ്ത T ഒക്കെ കണ്ടുപിടിക്കാം. അതിലേക്കൊന്നും പോകുന്നില്ല, വളരെ സിമ്പിൾ ലോജിക്കലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന 749 എന്ന് പറയുന്ന ആ ഒരു പലിശ അത് വന്നേക്കുന്ന 2,500 നിന്നാണ് വന്നേക്കുന്നത്. 14% എത്രയോ വർഷത്തേക്ക്, പക്ഷേ വർഷം അറിയത്തില്ല, പക്ഷെ എത്രയോ വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം പലിശ എത്ര പെർസെൻറ്റേജ് ആണ്, നെറ്റ് റേറ്റ് നമ്മൾ പറയത്തില്ലേ, ആ നെറ്റ് പലിശ എത്ര ആണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ കോമ്പൗണ്ടിൽ സിമ്പിൾ അല്ല. ഇപ്പം നെറ്റ് റേറ്റ് അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ ഒരു 749 റുപ്പീസ് ആണ് മൊത്തം പലിശ വന്നത് 2,500 നിന്ന്. നമുക്ക് അത് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് അതിനെ 750 എടുക്കാം, കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് അങ്ങനെ എടുത്ത് ചെയ്യുമെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ എനിക്ക് ഇത് കട്ട് ചെയ്യാവുന്നത് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ വളരെ പെട്ടെന്ന് എടുക്കാൻ ഒരു നമ്പർ ഒന്ന് കൂട്ടി എടുത്താൽ പോരെ, 750. വലുതായിട്ട് നമുക്കൊരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 750 വെച്ച് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 250യും 750യും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 3 എന്ന് വരും. പിന്നെ ഇത് പെർസെൻറ്റേജ് കൂടി ആണ്ട് × 100 കൂടി എടുക്കണോ, അങ്ങനെയാണെങ്കിൽ ഈ 0യും ക്യാൻസൽ ആയി ഇവിടുന്ന് ഒരു 0 കൂടി ഉണ്ടായതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി, എക്സാക്ട്ലി എന്ന് പറയുന്നില്ല, അപ്രോക്സിമേറ്റ്ലി 30% ആണ് മൊത്തം വരുന്ന പലിശ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ചുമ്മാ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 14% ആണ് ഒരു വർഷത്തേക്കുള്ള പലിശ. അത് 30% പലിശ വരണമെങ്കിലേ
എത്ര വർഷത്തേക്കായിരിക്കും? 3 വർഷമൊക്കെ വരുമോ? 3 വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് 14ന്റെ 3 ഇരട്ടി ആകത്തില്ലേ? 42 വരത്തില്ലേ? എത്ര വർഷത്തേക്കായിരിക്കും? 2 വർഷത്തേക്കല്ലേ? എന്നാലും 14 14 28 പിന്നെ കോമ്പൗണ്ടിങ് ആയതുകൊണ്ട് ആ ഒരു കറങ്ങി അത് 30ന്റെ അടുപ്പിച്ച് വരും. എക്സാക്ട്ലി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അതേ ഈ പറഞ്ഞ നെറ്റ് റേറ്റ് ഫോർ 2 ഇയേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു 30% കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ ടൈം ഈ പറഞ്ഞ 2 ഇയേഴ്സ് ആണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ 14% എടുത്ത് റഫായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചുമ്മാ ഡൗട്ട് വരാതിരിക്കാൻ മാത്രം ഞാൻ ചെയ്യാം. 14 പ്ലസ് 14 പ്ലസ് 14 ഇൻറ്റു 14/100 നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ നെറ്റ് റേറ്റ് എടുക്കുന്ന എന്ത് വെച്ചാൽ സക്സസീവുടെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ബാങ്കിങ് സിസ്റ്റം എല്ലാം ഫോളോ ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്ത് മെത്തേഡ് വെച്ചാണ് നമ്മുടെ പെർസെൻറ്റേജിലെ A+B+AB/100 എന്ന് പറഞ്ഞ ഫോർമുല ഇല്ല, സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, അത് വെച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 14 14 28 വരും. അത് കൂടാതെ 14 ഇൻറ്റു 14 196 ബൈ 100 ചെയ്യുമ്പോൾ 1.96 രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ 29.96% വരും. അത് നമ്മുടെ ഈ പറഞ്ഞ 30% വളരെ അടുത്തല്ലേ? ബിക്കോസ് നമ്മളിവിടെ ആകെപ്പാടെ കൂട്ടിയത് 1 ഒരു 1 കൂട്ടി കഴിഞ്ഞാൽ ഒരുപാട് വേരിയേഷൻ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടിന്റെയും തമ്മിൽ 0.04% ഡിഫറൻസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പായി, ടൈം എന്താണ് 2 ഇയേഴ്സ് ആണെന്ന് ഉറപ്പായി. ഇനി ജസ്റ്റ് സിമ്പിൾ എടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? നമ്മുടെ ഈ പറയുന്ന പോലെ 2500 ആൻഡ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 7% 2 വർഷം എന്ന് പറയുമ്പോൾ 14% മൊത്തം വരാൻ പോകുന്ന പലിശ. ഞാൻ തൽക്കാലം ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ 7% ഇൻറ്റു 2 ഇയേഴ്സ് തന്നെ എഴുതുവാണ്. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി നമുക്ക് ആൻസർ വരാൻ വേണ്ടി. കാരണം ഈ പെർസെൻറ്റേജ് ക്യാൻസൽ, ഈ 2 0 ക്യാൻസൽ, 25 ഇൻറ്റു 2 ഇൻറ്റു 7 50 ഇൻറ്റു 7 50 ഇൻറ്റു 7 350 എന്ന് വരും. സോ 350 റുപ്പീസ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 350 ആണ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് ഈ പറയുന്ന 2 വർഷമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ, ലൈക്ക് ഈ പറഞ്ഞ ഇത്രയും പോയിന്റ് കണ്ടുപിടിക്കാൻ പേനയും പേപ്പറുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ. നമ്മുടെ 715 2500 ചിലപ്പോൾ ചിലവർക്കെങ്കിലും ഡിവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓക്കെ ഫൈൻ, അത് ഡിവൈഡ് ചെയ്താൽ പോലും 30 ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല. നമ്മൾ 749 അതേപോലെ എക്സാക്ട്ലി വെച്ചൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കുന്ന തന്നെ നമ്മൾ ഇതേപോലത്തെ കാൽക്കുലേഷൻസിന് വേണ്ടിയാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെൻ പേപ്പർ യൂസ് ചെയ്തെടുക്കുന്ന ഈ സൈഡ് എഴുതിയേക്കുന്നത് അത് നമ്മൾ പലരും യൂസ് ചെയ്യത്തുമില്ല. ക്ലിയർ അല്ലേ? സോ ആൻസർ നമുക്ക് 350 എന്ന ആൻസർ വരും, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് പോകാം. പ്രശാന്ത് borrowed ₹15,000 from his friend at a rate of 10% compound interest compounded annually. Find out how much amount he will return after 3 years. അപ്പോൾ നമുക്ക് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. ചുമ്മാ ആ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് റേറ്റ് 10% കൂടിയാണ് തന്നേക്കുന്നത്. അപ്പോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആൻഡ് ടൈം തന്നേക്കുന്നത് 3 വർഷമാണ്, 3 ഇയേഴ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാസ്കൽ സ്ട്രാങ്കിൾ യൂസ് ചെയ്തായിരുന്നു. നമുക്ക് പാസ്കൽ സ്ട്രാങ്കിൾ വെച്ചെടുക്കണമെങ്കിൽ അത് വെച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ട്രീ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ട്രീ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പാസ്കൽ സ്ട്രാങ്കിൾ നേരത്തെ ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വട്ടം ട്രീ മെത്തേഡ് ഉപയോഗിക്കാം. ട്രീ മെത്തേഡ് ഉപയോഗിക്കാം. ട്രീ മെത്തേഡ് എങ്ങനെ എടുക്കുന്നത്? സിമ്പിൾ ആണ്. ആദ്യത്തെ വർഷത്തേക്ക് പലിശ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ 15,000 10%, 15,000 10% എത്ര വരും? 1500 വരത്തില്ലേ? ഇനി രണ്ടാമത്തെ വർഷത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 1,500 എന്തായാലും വരും. അതുകൂടാതെ 1,500 10% 150 കൂടി വരും, 10% പലിശയുടെ പലിശ. ഇനി മൂന്നാമത്തെ വർഷം വരുമ്പോഴത്തേനോ 1,500 എന്തായാലും വരും. അത് കൂടാതെ ഈ 2,500ന്റെ എന്ന് പറഞ്ഞാൽ 3,000 രൂപയുടെ 10% 300 വരും. അത് കൂടാതെ ഈ 150ന്റെ 10% 15 കൂടി വരും. അപ്പൊ ഇതാണ് മൊത്തം നമ്മൾക്ക് വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അണ്ടർ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പാസ്കൽ വെച്ച് നേരത്തെ ചെയ്ത മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ട്രീ മെത്തേഡാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പാസ്കൽ യൂസ് ചെയ്തതാണ്. ട്രീ മെത്തേഡ് ഒന്ന് ചുമ്മാ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇവിടുന്ന് വരുന്ന പലിശ എത്ര? 4,500 പിന്നെ ഇവിടുന്ന് ഒരു 450 പിന്നെ ഇവിടുന്ന് ഒരു 15. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര വരും? 4,500ന്റെ 500ന്റെ കൂടെ 400 കൂടി ആഡ് ചെയ്ത് 900 വരും. പിന്നെ ഒരു 50യും ഒരു 15ഉം ഉണ്ട്. അപ്പോൾ 65 വരും. ഓപ്ഷനിൽ 65 തരുന്നതായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോക്കിയേ, നമ്മൾ ചെയ്ത ആൻസർ കിട്ടുന്ന മുമ്പ് ആൻസർ മാർക്ക് ചെയ്തു. സോ ഇതേപോലെ ലാസ്റ്റ് 2 ഡിജിറ്റ് യൂസ് ചെയ്യുക നല്ലപോലെ നമ്മുടെ ഈ പറഞ്ഞ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൊത്തം വരുന്നത് 4,965 ആണ്. പക്ഷെ വേണ്ടിയത് അതല്ല, വേണ്ടിയത് എമൗണ്ട് ആണ്. പ്രിൻസിപ്പൾ നമുക്ക് എത്ര തന്നേക്കുന്നത്? 15,000. സോ ഇത് രണ്ടുകൂടി വെച്ച് ആഡ് ചെയ്ത് നമുക്ക് ആൻസർ എത്ര വരും? 19,965 എന്ന് വരും. അപ്പോൾ 99,965 അതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ട്രീ മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ₹10,000. ഇഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ₹10,000 പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. എമൗണ്ട്സ് ടു ₹19,600 എമൗണ്ട് തന്നിട്ടുണ്ട്. വിത്ത് 40% പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം പെർ ആനം ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. കോമ്പൗണ്ടഡ് ആനുവലി ആണ്. കാൽക്കുലേറ്റ് ദ ടൈം ഫോർ വിച്ച് ഇറ്റ് വാസ് ഇൻവെസ്റ്റഡ്. ഇപ്പം എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം.
എമൗണ്ടും പ്രിൻസിപ്പളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു 10,000 19,600 നോക്കിയാൽ തന്നെ അറിയാം എത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന പലിശ. 9,600 അല്ലേ ഇവിടെ വന്നിരിക്കുന്ന പലിശ. എത്ര പെർസെന്റേജില് 40%, എത്ര വർഷത്തേക്കാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? വളരെ ഈസി ആയിട്ട് എടുക്കാം. എങ്ങനെ? ആ 9,600 എന്ന് പറയുന്ന പലിശ വന്ന എവിടുന്ന നമ്മുടെ 10,000 ആയ പ്രിൻസിപ്പളിൽ നിന്ന്. എപ്പോഴും അറിയാം നമുക്ക് പ്രിൻസിപ്പളിൽ നിന്ന് വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റ് ആണെന്ന് നോക്കിയാൽ പോരെ? നമുക്ക് ഇവിടെ ചുമ്മാ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും 96%. അങ്ങനെയാണെങ്കിൽ 96% 40% വെച്ച് ആണ് വരുന്നതെങ്കിൽ 40% വെച്ച് എടുക്കുമ്പോഴല്ലേ 96% പലിശ വരുന്നത്, മൊത്തം പലിശ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷത്തേക്ക് വന്നു എന്ന് ആലോചിച്ചാൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. 40ന്റെ ഡബിൾ 80, ഇത് 80ന്റെ മേളില 40 3 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 120 ആയി പോകും. ഇത് 120 ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരണം? 2 വർഷം ഒന്ന് വരണം. കഴിഞ്ഞു. അതല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല സക്സസീവ് വെച്ച് നെറ്റ് റേറ്റ് 40 പ്ലസ് 40 പ്ലസ് 40 ഇൻറ്റു 40/100 സക്സസീവിടെ മെത്തേഡ്. 99 പ്ലസ് 40 പ്ലസ് 40 80 എന്തായാലും വരും. അതുകൂടാതെ ഇവിടെ നിന്ന് സീറോസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 4 × 4 16 കൂടി വരും. അങ്ങനെയാണെങ്കിൽ 80 പ്ലസ് 60 96%. നോക്കിയേ എക്സാക്ട് ആൻസർ വന്നില്ലേ? അപ്പൊ അങ്ങനെ 2 വർഷത്തേക്ക് എടുക്കുമ്പോൾ അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 2 ഇയേഴ്സിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടുന്നത്. അതല്ലാതെ 120യുടെ മേളിലുള്ള ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് മാർക്ക് ചെയ്യാമായിരുന്നു ചെക്ക് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു, സിമ്പിൾ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇത് കൂടി നമുക്ക് ചെയ്യാം. ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ടു മോഹൻ അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 3% പെർ ആനം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് മോഹന് പൈസ കൊടുക്കുന്നത്. കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3% പെർ ആനത്തിലാണ്. ഓക്കെ. മോഹൻ അഗെയിൻ ലെൻഡ് ദ സെയിം എമൗണ്ട് ടു അനദർ പേഴ്സൺ. മോഹൻ എന്ത് ചെയ്യണം? ഈ പൈസ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് 3% പലിശയിൽ വാങ്ങിച്ചിട്ട്, എത്ര വർഷത്തേക്കാണെന്ന് അറിയില്ല, പക്ഷെ വാങ്ങിച്ചിട്ട് അത് ഉടനെ തന്നെ അടുത്ത ആൾക്ക് കൊടുക്കുക. മോഹൻ അടുത്ത ആൾക്ക് ഇതേപോലെ തന്നെ പലിശ കൊടുക്കുക. പക്ഷെ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുന്നത്? ടു അനദർ പേഴ്സൺ അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനത്തിലാണ് കൊടുക്കുന്നത്. അത് കോമ്പൗണ്ട് ഹാഫ് ഇയർലിയിലേക്ക്. അങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പക്ഷെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% പെർ ആനം, പക്ഷെ ഹാഫ് ഇയർലി ആയോണ്ട്, ഓക്കെ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയോണ്ട് അത് എത്ര വരും? 3% പെർ ഹാഫ് ഇയർലി എന്ന് വരും. 3% പെർ ഹാഫ് ഇയർലി. If he gets a profit of ₹618 after 1 year. അപ്പൊ ആൾക്ക് ഇവിടുന്ന് മൊത്തം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, ഈ ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ആള് സ്റ്റേറ്റ് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ അടച്ച് പലിശ ചേർത്ത് അടച്ചതിന് ശേഷവും ആൾക്ക് ബാക്കി വരുന്ന ലാഭം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മൊത്തം പലിശ അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർലി പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അടയ്ക്കാനുള്ളതെല്ലാം അടച്ച് ബാക്കി വരുന്ന പൈസയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സ്റ്റേറ്റ് ബാങ്കിൽ ആൾക്ക് ഒരു 3% പലിശ അടയ്ക്കാനുണ്ട്, അതും അടച്ചിട്ടുള്ള ബാക്കി പ്രോഫിറ്റ് ആണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ സം ബോറോഡ് ബൈ മോഹൻ. എത്ര എമൗണ്ട് ആണ് ബോറോ ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഇപ്പം 1 ഇയറിന്റെ കൺസെപ്റ്റ് പറഞ്ഞത്. അപ്പൊ ടൈം ആണെങ്കിൽ എന്താ? 2 കേസിലും 1 ഇയർ തന്നെയാണ്. പക്ഷെ ഒരെണ്ണം ഈ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് ആനുവലി, മറ്റേത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. അപ്പൊ നമുക്ക് ഇവിടുന്ന് വരുന്ന നെറ്റ് റേറ്റ്, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന് വരുന്ന നെറ്റ് റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? 3% ഒരു വർഷത്തേക്കാണെങ്കിൽ 3% പലിശ വരത്തുള്ളൂ മൊത്തം. പക്ഷെ കോമ്പൗണ്ടിലെ നെറ്റ് റേറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഓൾറെഡി 2 വർഷം ഇവിടെ 1 ഇയർ, പക്ഷെ ഹാഫ് ഇയർലി ആണെങ്കിൽ എത്ര വട്ടം എടുക്കേണ്ടി വരും? 2 വട്ടം എടുക്കേണ്ടി വരത്തില്ല. നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്ത് വരും? 2 ടേംസ് എന്ന് വരും. 2 വട്ടം എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2 വട്ടം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കേണ്ടത്? നമ്മളിപ്പം 2 വട്ടം കാൽക്കുലേറ്റ് ചെയ്തു ഈ ഒരു സെഷനിൽ തന്നെ. 5 ദിവസത്തിൽ നമ്മൾ 2 വട്ടം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എടുക്കാൻ വേണ്ടി എങ്ങനെ എടുത്താൽ മതി? 3 + 3 × 3/100. അപ്പൊ അങ്ങനെ മൊത്തം പലിശ എത്ര വരുന്നുണ്ട്? 6.09% ആണ് ആൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പലിശ. ആള് ഈ പറഞ്ഞ വേറെ ഒരാൾക്ക് ലെൻഡ് ചെയ്തതിനു ശേഷം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ മൊത്തം പ്രിൻസിപ്പൾ എന്തായാലും തിരിച്ചടക്കണം. അതുകൂടാതെ പലിശയിൽ വരുന്ന വ്യത്യാസം, അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇൻ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ 3.09% ആണ് ആർക്കാണ് മോഹന് കിട്ടുന്ന ഈ പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതാണ് എത്രയും തന്നേക്കുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ 618 rupees പ്രോഫിറ്റ് തന്നേക്കുന്നത്. നമുക്ക് നോക്കിയേ, ആ 3ന്റെ ഡബിൾ ആണ് 6, ആ 9ന്റെ ഡബിൾ ആണ് 18. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇതിന്റെ ഡബിൾ, പിന്നെ അവിടെ 0 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചേക്കുന്നത് എന്താ? പ്രിൻസിപ്പൾ അല്ലേ? സം ബോറോഡ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര പെർസെന്റേജ് ആയിരിക്കും? 100% ആയിരിക്കും. അങ്ങനെ 100% ഇൻറ്റു അതേ 2 ചെയ്താൽ പോരെ? സോ 100% അതേ 2 ചെയ്താൽ നമുക്ക് എത്ര വരും? ആ 100ന്റെ ഡബിൾ 200 വരും. പിന്നെ അവിടെ നോക്കിയാൽ 2 പോയിന്റ് അല്ലേ മേളിൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റ് കൂടി ഇട്ട് കൊടുക്കുക, 2 0 കൂടി. അങ്ങനെ നമുക്ക് ആൻസർ എത്ര വരും? 20,000 എന്ന് നമുക്ക് ആൻസർ വരും. 20,000 രൂപയാണ് ആള് ഈ പറഞ്ഞ വാങ്ങിച്ച പൈസ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്, അതുപോലെ കോമ്പൗണ്ടും സിമ്പിളോട് കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ കൂടിയാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള സെഷനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടാതെ കോമ്പൗണ്ട് ക്വസ്റ്റൻസ് ഈ ഒരു സെഷനിൽ ചെയ്തു. ഇതോടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ SBIയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നത് എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിൽ പോകാൻ നോക്കുക. അതുകൂടാതെ ഇതിന് മുമ്പുള്ള സെഷൻസ് കാണാത്തവരാണെങ്കിൽ ലൈക്ക് സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, റേഷ്യോ, മിക്സ്ചർ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കൂടാതെ ഏജസ്, പാർട്ട്ണർഷിപ്പ്, ടൈം വർക്ക്, പൈസൺ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അവിടെ അതിൻ്റെ അണ്ടറിൽ SBIയുടെ എക്സാംസിൻ്റെ അണ്ടറിൽ ഫുൾ എല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വരുന്ന എക്സാംസിൽ കിട്ടട്ടെ, യൂസ്ഫുൾ ആയിരിക്കട്ടെ, ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടട്ടെ എന്നുള്ളത് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി തിരിച്ചു വന്ന് എന്നോട് വീഡിയോസിന് അണ്ടറിൽ തന്നെ എന്നോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. അപ്പോൾ അതും എനിക്ക് ഇതിൻ്റെ മുമ്പിലോട്ട് വരുന്ന RRBയുടെ IUPSന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഡെഫിനറ്റ്ലി അത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇനി മുമ്പിലോട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് എസ്പെഷ്യലി ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോസ് ഒക്കെ വരുമ്പോൾ തന്നെ അവിടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ ഇനി റിമൈനിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.